ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? ഒരു പുതിയ ദിവസം നേരെയാണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ഇങ്ങനെ ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി നിന്ന് ആ മുണ്ട അങ്ങോട്ട് എടുത്താലോ നമുക്ക്? മുണ്ടിലേക്ക് കുറെ കൊഴിഞ്ഞ ഇലകൾ ചാടുന്നതൊന്ന് ഇമാജിനർ ചെയ്താണേ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും കിട്ടും. ഇനി ആരാണ് ജോസഫ് മുണ്ടശ്ശേരി? നമ്മുടെ 1957 കേരളത്തില് ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ വോട്ടെടുപ്പ് നടന്നല്ലോ. അതില് EMS സർക്കാരാണ് അധികാരത്തിൽ കയറിയിട്ടുള്ളത്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭ. ഇതിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. ഇദ്ദേഹം ചില്ലറക്കാരനല്ല കേട്ടോ, എഴുത്തുകാരനും അതോടൊപ്പം തന്നെ വിമർശകനൊക്കെയാണ്. നമുക്ക് രണ്ടു വാക്കുകൾ ഇദ്ദേഹത്തെ കുറിച്ച് പറയാം. പ്രശസ്തനായ രാഷ്ട്രീയ പ്രവർത്തകനും എഴുത്തുകാരനും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു. ഇങ്ങനെ പ്രശസ്തനായ രാഷ്ട്രീയ പ്രവർത്തകനും എഴുത്തുകാരനും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു. 1957 EMSനെ നയിച്ച ആദ്യ കേരള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി. എന്താണ്? 1957 EMS നയിച്ച ആദ്യ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി. എന്താണ്? വിദ്യാഭ്യാസ മന്ത്രി. നാടകം, നോവല്, ലേഖനം, നിരൂപണം തുടങ്ങിയ മേഖലകളിലൊക്കെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ കുറെ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ വിമോചന സമരം തന്നെ ആ കാലത്ത് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് EMS മന്ത്രിസഭ എന്ത് ചെയ്യാണ്? അധികാരത്തിൽ നിന്ന് ഇറങ്ങാണ് 1959 ആയപ്പോഴേക്കും. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? മറക്കരുത്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ എന്താണ്? എന്താണ് ആത്മകഥ? എന്താണ്? കൊഴിഞ്ഞ ഇലകൾ. എന്താണ്? കൊഴിഞ്ഞ ഇലകൾ. ഒരിക്കലും മറക്കരുത്. അത് മാത്രമല്ല, അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിട്ടുള്ള EMS മന്ത്രി നയിച്ച മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം. എന്താണ്? ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം. ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപമാണ് കുച്ചിപ്പുടി. ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപമാണ് കുച്ചിപ്പുടി. ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് എക്സാമുകളിലൊക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. നമ്മുടെ ഓരോ സംസ്ഥാനത്തിനും ഓരോ നൃത്തരൂപങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിന് എടുക്കുകയാണെങ്കിൽ മോഹിനിയാട്ടവും കഥകളിയും കേരളത്തിന്റെ നൃത്തരൂപമാണ്. മോഹിനിയാട്ടവും കഥകളിയും കേരളത്തിന്റെ നൃത്തരൂപമാണ്. അതുപോലെ തന്നെ തമിഴ്നാട്, നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിന്റെ നൃത്തരൂപമാണ് ഭരതനാട്യം. എന്താണ്? ഭരതനാട്യം. തമിഴ്നാട് ഭരതനാട്യം. ഇനി കർണാടകയിലേക്ക് പോവുകയാണെങ്കിലോ അവിടുത്തെ നൃത്തരൂപമാണ് യക്ഷഗാനം. എന്താണ്? യക്ഷഗാനം. നമ്മുടെ കാസർഗോഡ് ജില്ലയിലും ഏത് നൃത്തരൂപം നിലനിൽക്കുന്നുണ്ട്? യക്ഷഗാനം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒഡീസി എന്ന് പറയുന്ന ഒരു നൃത്തരൂപം ഒഡീഷയിലാണ്. പഠിക്കാൻ വളരെ സിമ്പിൾ ആണ് അല്ലെ? ഒഡീസി എന്ന് പറയുന്ന നൃത്തരൂപം എവിടെയാണ്? ഒഡീഷയിലാണ്. മണിപ്പൂരി എന്നറിയപ്പെടുന്ന നൃത്തരൂപം മണിപ്പൂരിലാണ്. മണിപ്പൂരി എന്നറിയപ്പെടുന്ന നൃത്തരൂപം മണിപ്പൂരിലാണ്. കഥക് എന്ന നൃത്തരൂപം ഉത്തർപ്രദേശിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. നമ്മൾ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ ഉത്തരത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യൂലേ? കഥയിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന്റെ ഉത്തരം എന്താണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുമല്ലോ. അതെ, ഉത്തർപ്രദേശിലെ നൃത്തരൂപമാണ് കഥക്. സാത്രിയ എന്ന നൃത്തരൂപം ആസാമിലാണ്. സാത്രിയ എന്ന നൃത്തരൂപം എവിടെയാണ്? ആസാമിലാണ്. സാത്രിയ എന്ന നൃത്തരൂപം എവിടെയാണ്? ആസാമിലാണ്. ഇപ്പൊ ഞാനത് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? എന്റെ ഉമ്മമാന്റെ പേര് ആസ്യ എന്നാണ്. ആസ്യ. ഉമ്മമാക്ക് 3 മക്കളാണ്. സാത്രിയ. എങ്ങനെയാണ്? സാത്രിയ ആസാമില്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞാലോ, നൃത്തരൂപങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബംഗ്ലാദേശിലെ നൃത്തരൂപം ചൗ. ബംഗ്ലാദേശിലെ നൃത്തരൂപം ഈയിടെയായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബംഗ്ലാദേശിലെ നൃത്തരൂപമാണ് ചൗ. ഗുജറാത്തിലെ നൃത്തരൂപമാണ് ഗർഭ. അപ്പൊ നമ്മൾ പറഞ്ഞതൊന്നും കൂടി. നമ്മൾ കേരളത്തിന്റെ ഏതാണ്? കഥകളിയും മോഹിനിയാട്ടവും. തമിഴ്നാടിൻ്റെത് ഭരതനാട്യം, കർണാടകയുടേത് യക്ഷഗാനം, മണിപ്പൂരി ഏതിൻ്റെതാണ്? മണിപ്പൂരിലുള്ളതാണ്. ഒഡീസി ആണെങ്കിലോ ഒഡീഷയിലുള്ളതാണ്. കഥക് ആണെങ്കിലോ ഉത്തർപ്രദേശിലുള്ളതാണ്. ചൗ എവിടുത്തതാണ്? ബംഗ്ലാദേശിലാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയാലോ. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളി ആര്? ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാളി ആര്? എന്താണ്? ജ്ഞാനയിലൊരു ജ ഉണ്ടല്ലോ. ജ്ഞാനപീഠം, അതിലൊരു ജ ഉണ്ടല്ലോ. ജി ശങ്കരക്കുറുപ്പ്. എന്താണ്? ജി ശങ്കരക്കുറുപ്പ്. എന്താണ്? ജി ശങ്കരക്കുറുപ്പ്. ഇദ്ദേഹത്തിന്റെ കൃതിയാണ് ഓടക്കുഴൽ. കവിതാ സമാഹാരാണ് ജി കുറുപ്പിന്റെ കൃതി. ഇദ്ദേഹത്തിന് ലഭിച്ചത് ഏതിനാണ്? ഓടക്കുഴലിനാണ്. കവിതാ സമാഹാരമാണ്. രണ്ടാമതായിട്ട് കിട്ടിയത്
നമ്മുടെ SK പൊറ്റക്കാടിനാണ്. ആർക്കാണ്? SK പൊറ്റക്കാടിനാണ്. ഒരു ദേശത്തിന്റെ കഥ എല്ലാവർക്കും അറിയില്ലേ? SK പൊറ്റക്കാടിൻ്റെത് ഒരു ദേശത്തിന്റെ കഥ. ആദ്യം ആർക്കാ കിട്ടിയത്? G ശങ്കരക്കുറുപ്പ്. ആദ്യം ആർക്കാ കിട്ടിയത്? G ശങ്കരക്കുറുപ്പ്. രണ്ടാമത്തത് ആർക്കാ കിട്ടിയത്? SK പൊറ്റക്കാട്. 1980 SK പൊറ്റക്കാട് ലഭിച്ചിട്ടുള്ളത്. 1965 G ശങ്കരക്കുറുപ്പ്. G 5 1965 G ശങ്കരക്കുറുപ്പ്. രണ്ടാമത് SK പൊറ്റക്കാട്. SK പൊറ്റക്കാട്. ഈ എസ് ഒന്ന് സൈഡ് മായ്ച്ചു കഴിഞ്ഞാല് 8 എന്ന് കിട്ടുമല്ലോ. 8ന്റെ ഒരു സൈഡ് മായ്ച്ചു കഴിഞ്ഞാൽ S എന്ന് കിട്ടൂലെ. ഒരു ഭാഗം ഇങ്ങനെ മായ്ച്ചു കഴിഞ്ഞാൽ S എന്ന് കിട്ടൂലെ. അതെ, 1980 SK പൊറ്റക്കാടിനാണ്. 1984 തകഴി ശിവശങ്കരൻ പിള്ള. 1984 ആർക്കാ കിട്ടിയത്? തകഴി ശിവശങ്കരൻ പിള്ള. 1984 തകഴി ശിവശങ്കരൻ പിള്ള. ഒരു ലാ കൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാലോ. 1984 തകഴി ശിവശങ്കരൻ പിള്ള. അദ്ദേഹത്തിന്റെ കൃതിയാണ് കയറ് ട്ടോ, കയറ്. 1995 MT വാസുദേവൻ നായർക്കും 2007 ONV കുറുപ്പിനും 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് മലയാളികൾക്ക് അല്ലെ, 6 മലയാളികൾക്കാണ് എന്ത് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. എന്താണ് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചിട്ടുള്ളത്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരാണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരാണ്? CP രാമസ്വാമി അയ്യർ. ആരാണ് ഈ CP രാമസ്വാമി അയ്യർ? നമ്മുടെ അവസാനത്തെ ഭരണാധികാരി ആയിരുന്നല്ലോ ശ്രീ ചിത്തിര തിരുനാൾ. നമ്മള് തിരുവിതാംകൂർ ഭരിച്ച അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്തിര തിരുനാള്. ഇദ്ദേഹത്തിന്റെ ദിവാനായിരുന്നു CP രാമസ്വാമി അയ്യർ. ഇദ്ദേഹത്തിന്റെ ദിവാനായിരുന്നു CP രാമസ്വാമി. നമ്മളിപ്പോ പറയലേ ഒരു പ്രധാന മന്ത്രിക്ക് മന്ത്രിമാരുണ്ടാവും കീഴിൽ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി, അതാണ് ദിവാൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. CP രാമസ്വാമി അയ്യർ. ഇദ്ദേഹം ദിവാനായത് 1936 ഇങ്ങനെ 1936 ഇദ്ദേഹം ദിവാനായിട്ടുള്ളത്. ആ സമയത്ത് തന്നെയാണല്ലോ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ പ്രേരണ നൽകിയതും ആരാണ്? CP രാമസ്വാമി അയ്യറാണ്. അതുമാത്രമല്ല തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യരെ കുറിച്ച് നമുക്ക് 2 കാര്യങ്ങൾ കൂടി പറഞ്ഞാലോ. ഇദ്ദേഹത്തിനെതിരെയാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. നമ്മളിവിടെ ഐക്യ കേരളം വരണം എന്ന്, അതായത് ഐക്യ കേരളം എന്ന് പറഞ്ഞാൽ മലയാളം മാത്രം സംസാരിക്കുന്ന ഒരു സംസ്ഥാനം വേണമെന്ന് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം എല്ലാ അംഗീകാരമൊക്കെ ലഭിച്ച സമയത്താണ് ഇദ്ദേഹം പറഞ്ഞത് എന്താണ്, തിരുവിതാംകൂർ മാത്രം ഒറ്റക്കായിട്ട് നിൽക്കാം. അത് നമ്മുടെ ജനങ്ങൾ സമ്മതിക്കോ? ഇല്ല. അങ്ങനെ ആലപ്പുഴ ജില്ലയിലാണ് എന്ത് സംഭവിക്കുന്നത്? പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. ഈ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത നമ്മുടെ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. ആരാണ്? VS അച്യുതാനന്ദൻ. ഈ പുന്നപ്ര വയലാർ സമരത്തിന്റെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, അമേരിക്കൻ മോഡൽ അങ്ങ് അറബിക്കടലിൽ. എന്താണ്? അമേരിക്കൻ മോഡൽ അറബിക്കടൽ. ഇവിടെ നടക്കൂല. അമേരിക്കൻ മോഡൽ എന്ത് ചെയ്യൂല? ഇവിടെ നടക്കൂല. അതങ്ങ് അറബിക്കടലിലാണ് എന്നുള്ളത്. അദ്ദേഹത്തിനെതിരെ നടന്ന ഒരു പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം. എന്താണ്? പുന്നപ്ര വയലാർ സമരം. 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. നമ്മൾ എവിടുന്നാ വന്നത് അല്ലേ? തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരാണ്? CP രാമസ്വാമി അയ്യർ. ആരാണ്? CP രാമസ്വാമി അയ്യർ ആരാണ്? ശ്രീ ചിത്തിര തിരുനാളിന്റെ ദിവാനായിരുന്നു. അവസാനത്തെ ഭരണാധികാരിയായിരുന്നു. അതായത് തിരുവിതാംകൂറിലെ, നമ്മുടെ കേരളം 3 ആയിട്ടായിരുന്നു കടന്നിരുന്നത്. മുകൾ ഭാഗം മലബാർ, പിന്നെ കൊച്ചി, പിന്നെ തിരുവിതാംകൂർ. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. ഇദ്ദേഹത്തിന്റെ ദിവാനായിരുന്നു ആര്? സർ CP രാമസ്വാമി അയ്യർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. ആരാണ്? സർദാർ KM പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് സർദാർ KM പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് സർദാർ KM പണിക്കർ. ഇദ്ദേഹത്തിന്റെ കേരള സിംഹം എന്ന പുസ്തകത്തിലാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. ഇദ്ദേഹത്തിന്റെ കേരള സിംഹം എന്ന പുസ്തകത്തിലാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. അത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. 1956 ഫസൽ അലി കമ്മീഷൻ വരുന്നത്. ഏതാണ്? ഫസൽ അലി കമ്മീഷൻ. ഈ ഫസൽ അലി കമ്മീഷനിലുള്ള മലയാളി അംഗമാണ് നമ്മുടെ
കെ എം പണിക്കർ, നമ്മുടെ കെ എം പണിക്കർ. എന്താണ് പുനഃസംഘടന? അതെ, ഭാഷാടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനങ്ങളെ രൂപീകരിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടന എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അധ്യക്ഷനാണ് ഫസൽ അലി. അതിലെ ഒരു അംഗമാണ് ആര്, കെ എം പണിക്കർ. മലയാളി ആയിട്ടുള്ള ഒരാളെ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ, സർദാർ കെ എം പണിക്കർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. സർദാർ കെ എം പണിക്കർ ഏതായിരുന്നു, സംസ്ഥാന പുനഃസംഘടനാ കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു. അതിലെ മലയാളി ആയിരുന്നു. 3 പേരാണ് ഉണ്ടായിരുന്നത്, ഫസൽ അലി, എച്ച് എൻ ഖുസ്രു, സർദാർ കെ എം പണിക്കർ. ഈ സർദാർ കെ എം പണിക്കർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ മലയാളിയാണ്. അതാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ മലയാളിയാണ്. അതോടൊപ്പം തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ്, ചൈനയിലേക്കുള്ള ആദ്യത്തെ ഇന്ത്യൻ അംബാസഡർ 1930 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി. 1930 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ്. മന്നത്ത് പത്മനാഭനെ കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചു. മന്നത്ത് പത്മനാഭനെ കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ്.